കലാപം ഉണ്ടായപ്പോൾ അടുത്തത് ഇന്ത്യയിൽ, ബംഗ്ലാദേശിൽ കലാപം ഉണ്ടായപ്പോൾ അടുത്തത് ഇന്ത്യയിൽ, നേപ്പാളിൽ കലാപം ഉണ്ടായപ്പോൾ അടുത്തത് ഇന്ത്യയിൽ, ഇങ്ങനെ പറഞ്ഞ് പ്രതീക്ഷിച്ചിരുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു. ലഡാക്കിൽ ജെൻസി കലാപം എന്ന് കേട്ടപ്പോൾ ഉടനെ മോദി മന്ത്രിസഭ വീഴും, മോദിനെ ഇപ്പോൾ മലർത്തിയടിക്കാം, എന്നിട്ട് നമുക്ക് അവിടെ കയറി ഇരിക്കാം എന്നൊക്കെ പ്രതീക്ഷിച്ചങ്ങിരിക്കുമായിരുന്നു. അതിമോഹമാണ് മോനെ എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വിപ്ലവ നായകനായ വിങ് ചുക്ക് ചുക്കിച്ചുളിഞ്ഞതുപോലെ ചുക്കിച്ചുളിഞ്ഞു പോയ ഒരു കഥയാണ്. ഈ വിങ് ചുക്ക് എന്ന് പറയുമ്പോൾ സോനം വിങ് ചുക്ക് നിസ്സാരക്കാരനല്ല, വലിയ ചില ശക്തികളും അദ്ദേഹത്തിന് പിറകിലുണ്ട്. അപ്പൊ നമുക്ക് ആ കാര്യങ്ങളെ കുറിച്ച് കുറച്ചറിയാം. വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി എപ്പോഴത്തെയും പോലെ തന്നെ സംഭാവനകളുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പ്രേക്ഷകരായ നിങ്ങൾ നൽകുന്ന സാമ്പത്തിക പിന്തുണകൾ കൊണ്ടാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അസ്വസ്ഥപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ കുറെ പേര് നമ്മുടെ വീഡിയോസിനെ കണ്ടിന്യൂസ്ലി റിപ്പോർട്ട് അടിച്ചതുകൊണ്ട് നമ്മുടെ വീഡിയോയുടെ ചാനലിന്റെ റീച്ച് താഴേക്ക് പോവുകയും ഒട്ടും മോണിറ്റൈസേഷൻ അല്ലെങ്കിൽ വരുമാനം ഇല്ലാത്ത രീതിയിൽ നമ്മുടെ ചാനലിനെ അത് ബാധിക്കുകയും ചെയ്തു. ഇത് അടിച്ചവരുടെ ഉദ്ദേശവും അത് തന്നെയായിരുന്നു. അപ്പൊ മുന്നോട്ട് പോകാൻ സാമ്പത്തികമായിട്ടൊരു പിന്തുണ വേണം, അല്ലെങ്കിൽ ചാനൽ നിർത്തേണ്ടി വരും എന്നൊരു സാഹചര്യത്തിലാണ് പ്രേക്ഷകരോട് നമ്മൾ പിന്തുണ അഭ്യർത്ഥിച്ച് നമ്മൾ വീഡിയോയിൽ പറയാൻ തുടങ്ങിയത്. നമ്മൾ ഇതുവരെയും നല്ല രീതിയിൽ തന്നെ പ്രേക്ഷകരെ പിന്തുണയ്ക്കുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. കുറച്ച് നാളത്തേക്കും കൂടി ഈ പിന്തുണ വേണം എന്നുകൂടി അറിയിക്കുകയാണ്. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ആദ്യം നമുക്ക് ലഡാക്കിനെ പറ്റി ഒന്ന് നോക്കാം. ലഡാക്ക് എന്ന സ്ഥലം അറിയപ്പെടുന്നത് തന്നെ ഭൂമിയിലെ സ്വർഗം എന്നാണ്. അത്രത്തോളം മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ലഡാക്ക് എന്ന് പറയുന്നത്. ജമ്മു കാശ്മീരിൽ നിന്നും വേർപിരിഞ്ഞു വരണം, ജമ്മു കാശ്മീരുമായിട്ട് ബന്ധം വേണ്ട എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഈ ലഡാക്കിലുള്ള ആളുകളുടെ ആവശ്യം. ലഡാക്കിലാകെ ലേ എന്നൊരു പ്രദേശമുണ്ട്, അതുപോലെ തന്നെ കാർഗിൽ ഉണ്ട്. കാർഗിലാണെങ്കിൽ ഷിയ മുസ്ലിംസ് ആണ് അധികപക്ഷം ഉള്ളത്. ലേയിലുള്ളത് മുഴുവനും ബുദ്ധ മതത്തിലുള്ള ആൾക്കാരാണ്. ഈ സോനം വിങ്ചുക് എന്ന് പറയുന്ന ആ വിപ്ലവ വീരനൊക്കെ ബുദ്ധമതത്തിൽപ്പെട്ട വ്യക്തിയാണ്. അപ്പൊ ഇവർക്ക് ജമ്മു കാശ്മീരുമായിട്ടുള്ള കണക്ഷൻ വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് ഇവരുടെ ഭാഗത്തുനിന്ന് പ്രശ്നം ഉണ്ടായത്. അപ്പൊ നമുക്കറിയാം കശ്മീരുമായിട്ട് ബന്ധപ്പെട്ട് മോദി സർക്കാർ വന്നതിന് ശേഷം എടുത്ത ചരിത്രപരമായിട്ടുള്ളൊരു മാറ്റമായിരുന്നു, അല്ലെങ്കിൽ തീരുമാനമായിരുന്നു ആർട്ടിക്കിൾ 370 എടുത്തു മാറ്റുക എന്നുള്ളത്. അപ്പൊ അത് സക്സസ്ഫുള്ളി ചെയ്തതിന് ശേഷം ലഡാക്ക് ആവശ്യപ്പെട്ടവർക്ക് കേന്ദ്ര ഭരണ പ്രദേശം മതി, അല്ലെങ്കിൽ ജമ്മു കാശ്മീരിന്റെ കൂടെ നിന്നിട്ട് ഒമർ അബ്ദുള്ളയുടെ ആ ഒരു ഗവൺമെന്റ് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ 2019 മുതൽ ഇത് കേന്ദ്ര ഭരണ പ്രദേശമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഒരു ബോർഡറിലും കൂടി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അതിന്റെ ഒരു പ്രത്യേകതയും അതിന്റെ ഒരു സുരക്ഷയും ഒക്കെയും ലഡാക്കിന് എപ്പോഴും ഉണ്ട്. എന്നിട്ടും ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്ന് പറയുന്നത് സത്യത്തിൽ നിർഭാഗ്യകരമാണ്. എന്നാൽ ഇതൊക്കെ സംഭവിച്ചത് കുറച്ച് കാര്യങ്ങൾ ജനങ്ങളായി ഇവിടുത്തെ പൗരന്മാരായ നമുക്കും അറിയാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് നന്നായി എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ ലഡാക്കിൽ വന്നൊരു സംഭവം? ഈ നേപ്പാളിൽ ജെൻസി കലാപം ഉണ്ടായിട്ട് ഗവൺമെന്റിനെയൊക്കെ മറിച്ചിട്ടല്ലോ. അപ്പൊ അതുപോലത്തെ ഒരു ജെൻസിയാണ് ഈ കലാപം ഉണ്ടാക്കിയത് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ സോനം വിങ്ചുക് ആണ് മെയിൻ ആയിട്ട് ഇതിന് കൊട പിടിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഒരുപാട് പ്രസംഗങ്ങളൊക്കെ ഉണ്ട്. നേപ്പാളിലെ ജെൻസി കലാപം വന്നത് അവിടത്തെ ഒരു ജെൻസി, ഒരു കുട്ടി പ്രസംഗിച്ചിട്ടാണ്. പക്ഷെ അത് റെലവന്റ് ആയിരുന്നു കേട്ടോ. അതായത് ഗവൺമെന്റിന്റെ അഴിമതികളെ കുറിച്ചാണ് ആ കുട്ടി പ്രസംഗിച്ചത്. ഈ സോഷ്യൽ മീഡിയ ബാനിലൂടെ അവർ ഉദ്ദേശിച്ചത്, ഇപ്പൊ ഞാനൊക്കെ പറയുന്നുണ്ടല്ലോ ഗവൺമെന്റ് ചെയ്യുന്ന ഓരോരോ കുഴപ്പങ്ങളെ പറ്റി, അങ്ങനെയൊന്നും പറയരുത്, ജനങ്ങൾ അറിയരുത് എന്നതുകൊണ്ടായിരുന്നു ആ ബാൻ വന്നത്. നേപ്പാളിൽ അതായിരുന്നു വിഷയം. അതുപോലത്തെ ചില തീപ്പൊരി പ്രസംഗങ്ങൾ ഈ നമ്മുടെ ചുക്കിന്റെയും ചാനലുകൾ ഉണ്ടായിരുന്നു. അപ്പം പുള്ളി ഇങ്ങനെ ഇളക്കി വിടാനായിട്ട് പുള്ളിയാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാരണമായിട്ട് നിന്നത്. അപ്പൊ ജെൻസികളാണ് ലഡാക്കിൽ വിഷയം ഉണ്ടാക്കിയത്. അപ്പം എന്തിനു വേണ്ടിയാണ് അവർ വിഷയം ഉണ്ടാക്കിയത്? രണ്ട് ആവശ്യങ്ങളാണ് അവർക്ക് ഇപ്പോൾ ഉള്ളത്. ഒന്ന്, വേറൊരു സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കണം. ഇവർക്ക് കേന്ദ്രഭരണം ഒന്നും വേണ്ട, ഇനി ഇവർ സ്വന്തമായിട്ട് ഭരിച്ചോളാം. അതായത് 6th ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയുണ്ട് ഭരണഘടനയിൽ. 6th ഷെഡ്യൂളിൽ ഉൾപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ട്രൈബൽ ഏരിയാസും അതുപോലുള്ള കുറച്ച് എന്താ പറയാ സ്വയം ഭരണ അവകാശമുള്ള സ്ഥലങ്ങളാണ്. അവരുടെ നാട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഗവൺമെന്റിന് ഇടപെടുന്നതിന് മുൻപ് അവർ തന്നെ അവിടെ എന്താ പറയാ പണ്ട് ഈ സിനിമയിലൊക്കെ കാണിക്കുന്ന പോലുള്ള ഒരു നാട്ടുകൂട്ടോ അല്ലെങ്കിൽ ഒരു തലവനോ ഒക്കെ ഉണ്ടാവും. അവരുടെ ട്രൈബൽ ആയിട്ടുള്ള രീതിയിൽ അവരത് അവിടെ തീർപ്പാക്കും. അവിടെ ഒന്നും തീർപ്പാക്കാൻ പറ്റാത്തതാണ് പുറത്തേക്ക് പോവുക. ഇതിന് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഭരണഘടനയുടെ അംഗീകാരമുണ്ട്. 5 വർഷമോ അതിൽ മുകളിലോ ഒക്കെ തടവ് ശിക്ഷ കൊടുക്കാവുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ അവിടെ വിചാരണ ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. അല്ലാത്ത പക്ഷം അവർക്ക് അവിടെ തീർപ്പാക്കാവുന്നതേ ഉള്ളൂ. അവിടെ വേറൊരു പോലീസിന്റെ ആവശ്യമില്ല. ഗവൺമെന്റ് കോടതികളായിക്കോട്ടെ മറ്റൊരു അധികാരികളും അതിലേക്ക് ഇടപെടേണ്ട ആവശ്യമില്ല. അങ്ങനെ സ്വയംഭരണ അവകാശമുള്ള കുറച്ച് സ്ഥലങ്ങളെ നമ്മൾ 6th ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ അങ്ങനെ ഒരു എന്താ പറയാ ഈ പറയുന്ന 6th ഷെഡ്യൂളിൽ ലഡാക്കിന് ഉൾപ്പെടണം എന്നുള്ളതാണ് രണ്ടാമത്തെ ആവശ്യം. ഇത് രണ്ടും പ്രാക്ടിക്കൽ അല്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, സ്വയംഭരണ അവകാശം ഒരു ബോർഡറിൽ നിൽക്കുന്ന ഒരു സ്ഥലത്തിന് കൊടുത്താൽ രാജ്യത്തിന് തന്നെ ഭീഷണിയാണ്. കാരണം പുറത്തുനിന്ന് നമ്മുടെ സുരക്ഷാ ഏജൻസികൾക്കായിക്കോട്ടെ പട്ടാളത്തിനായിക്കോട്ടെ ഗവൺമെന്റിന്റെ മറ്റ് ഒരു അധികാരികൾക്കും അവിടേക്ക് ആക്സസ് ഇല്ല. ഇഷ്ടത്തിന് അവിടേക്ക് ആൾക്കാരെ ബോർഡറിൽ നിന്ന് കയറ്റിക്കൊണ്ടുവരാം, എന്ത് വേണമെങ്കിലും പ്ലാൻ ചെയ്യാം. അപ്പൊ ഇതൊരു എന്താ പറയുക ഒരു ആറ്റം ബോംബ് കൈ വെക്കുന്നത് പോലുള്ള ഒരു ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് ഇതിന് പച്ചക്കൊടി കാട്ടാൻ സാധിക്കുക? എന്നിട്ടും ഈ പറയുന്ന നമ്മുടെ മിസ്റ്റർ ചുക്ക് അവിടെ നിരാഹാരം കിടന്നു. അപ്പൊ ഇദ്ദേഹം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര പ്രശസ്തനായ ഒരു വ്യക്തിയാണ്. സാമൂഹിക എന്താ പറയുക ആക്ടിവിസ്റ്റ് എന്നൊക്കെ നമ്മൾ ഇവിടെ പറയില്ലേ, അതുപോലെ തന്നെ അങ്ങനെ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു വ്യക്തി. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഇതുപോലെ ഹർജി കൊടുക്കുന്ന ഒരു വ്യക്തി, അല്ലെന്നുണ്ടെങ്കിൽ
നിരാഹാരം കിടക്കുന്ന വ്യക്തി, ഇതുപോലെ ജെൻസികളെ ഇളക്കി വിടുന്ന വ്യക്തി. അപ്പൊ മാഗ്സസൈ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ഒരാളാണ്. മാഗ്സസൈ അവാർഡ് എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ നോബൽ പ്രൈസ് എന്ന് പറയാം. നോബൽ പ്രൈസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഏറ്റവും സമാധാനത്തിനുള്ള നോബൽ കിട്ടിയ വ്യക്തി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. വലുതായിട്ട് അറിയില്ലെങ്കിലും എന്തോ വലിയൊരു സംഭവമാണ് വേൾഡ് വൈഡ്. അപ്പൊ അതിന്റെ തന്നെ ഏഷ്യൻ വേർഷൻ ആണ് മാഗ്സസൈ അവാർഡ്. മാഗ്സസൈ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഒരു ഫിലിപ്പൈൻ രാജാവ്. അപ്പം ആ രാജാവിന്റെ ബഹുമാനാർത്ഥം ഫിലിപ്പീൻസിന്റെ ഒരു ആൾക്കാരാണ് ഇത് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷെ വേറെ ഫണ്ടിങ്ങും ഉണ്ട്. എല്ലാം ഒരു NGOന്റെ കളിയാണ്. എന്റെ പ്രീവിയസ് വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, NGOs വഴി നല്ല രീതിയിൽ ഫണ്ട് ഒഴുക്കിയാണ് ഈ ഇന്ത്യയുടെ അപ്പുറത്തും ഇപ്പുറത്തുള്ള രാജ്യങ്ങളിലെല്ലാം കലാപം ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് NGOയിലേക്ക് വിദേശത്തു നിന്നും ഫണ്ട് ഒഴുക്കി വിടുക, ഈ NGOയിലുള്ള ആരെങ്കിലും കൊണ്ട് ജെൻസികളെ ഇളക്കി വിടുക, കാശ് കൊടുക്കുക, സമരത്തിന് ഇറങ്ങുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അഴിഞ്ഞാടിക്കൊള്ളുക, നിങ്ങൾക്ക് ഫണ്ട് വരും. അല്ലാതെ ഈ ഇറങ്ങുന്ന കുട്ടികൾക്ക് വിവേകം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ അവർക്ക് ഇത് ചെയ്തിട്ട് വിപ്ലവം ഉണ്ടാക്കാനായിട്ടുള്ള ചോരത്തിളപ്പൊന്നുമല്ല. കാലകാലങ്ങളിൽ ഇങ്ങനെ തന്നെയാണ്. എല്ലാ കാലത്തുള്ള ജെൻസീസ് ആണ് ഇതുപോലുള്ള എല്ലാ കലാപങ്ങളും ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതാണ് ഇവിടെ നടന്നിട്ടുള്ളത്. പക്ഷേ ഈ ലഡാക്കിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ എങ്ങനെയാണ്? നമ്മുടെ വിങ്ചുക്കിന്റെ തന്നെ NGO വഴിയാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. ഇയാൾക്ക് ടോട്ടലി ഉള്ളത് 5 NGOs ആണ്. ഓൾറെഡി ഫെറയുടെ ഒക്കെ, അതായത് വിദേശത്ത് നിന്ന് NGOs പണം നിക്ഷേപിക്കുമ്പോൾ അതിന് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. FERA എന്ന് പറഞ്ഞിട്ട് അതിന് അനുസരിച്ചിട്ട് മാത്രമേ ഫണ്ട് വരാൻ പാടുള്ളൂ. പക്ഷെ അതൊക്കെ വയലേറ്റ് ചെയ്തിരിക്കുകയാണ് ഇയാൾ. ഓൾറെഡി ഈ പ്രശ്നത്തിനൊക്കെ മുമ്പ് തന്നെ ഓൾറെഡി കേസ് ഇയാളുടെ പേരിലുണ്ട്. ഇയാള് വലിയൊരു ഹ്യൂജ് എമൗണ്ട്, അതായത് ഏകദേശം വിദേശ മണിയായിട്ടുള്ള 1.5 കോടി രൂപ ഒരു അക്കൗണ്ടിൽ നിന്ന് വേറെ അക്കൗണ്ടിലേക്ക് മാറ്റിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഉത്തരവില്ല. ടോട്ടൽ ഉള്ള 5 അക്കൗണ്ടുകളിൽ 2 അക്കൗണ്ടിനെ പറ്റി മാത്രമാണ് ഗവൺമെന്റിന് വിവരം കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളതിനെ പറ്റി ഒന്നും അറിയില്ല. ഇത് എവിടെ നിന്ന് വന്ന മണിയാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരവില്ല. പല നുണകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് കിട്ടിയതാണ്, അതിന് കിട്ടിയതാണ്, ഇതിന് കിട്ടിയതാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും പോരാതെ ഈ കലാപം ഇയാള് ആസൂത്രണം ചെയ്ത് ഇതിങ്ങനെ പ്ലാൻ ചെയ്ത് നടപ്പാക്കുന്നതിന് മുമ്പ് പാകിസ്ഥാനിലും ഒന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും നിഷ്കളങ്കമല്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഇനി ഇത് വർഗീയതയാണെന്നോ അല്ലെങ്കിൽ ചുമ്മാ പറയുന്നതാണെന്നോ വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ വിശ്വസിക്കാം. കാര്യങ്ങളെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അതുപോലെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇനി എന്തായിരിക്കും എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അറിയാൻ പറ്റും ലഡാക്കിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്. ഇങ്ങനെ ഫണ്ടിങ്ങിലൂടെ ആൾക്കാരെ ഇളക്കി വിടുക. ഇപ്പോ ഈ പറയുന്ന മിസ്റ്റർ സോനം വിങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മാഗ്സസൈ അവാർഡ് വാങ്ങിച്ചത് കൊണ്ട് തന്നെ ഇയാൾ വലിയ മഹാനാണോ എന്ന് ചോദിച്ചാൽ, മാഗ്സസൈ അവാർഡ് മുൻപ് കിട്ടിയിരിക്കുന്ന ഇന്ത്യക്കാര് അരുന്ധതി റോയും അരവിന്ദ് കെജ്രിവാളൊക്കെയാണ്. ഞാൻ പറയണ്ടല്ലോ ആർക്കൊക്കെയാണ് ഇത് പ്രത്യേകിച്ച് കൊടുക്കുന്നത് എന്നുള്ളത്. നോബൽ പ്രൈസ് ആണ് കേട്ടോ. നമ്മുടെ ശൈലജ ടീച്ചറിന് കിട്ടിയതാണ്. അത് പിണറായി വിജയൻ സമ്മതിച്ചില്ല, അത് വാങ്ങണ്ടെന്ന് പറഞ്ഞു. ഒന്നെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പ്രത്യുപകാരങ്ങളൊക്കെ ചെയ്ത് കൊടുക്കേണ്ടി വരുമല്ലോ, അതൊക്കെ പെടലിക്കാവോ എന്ന് ഓർത്തിട്ടായിരിക്കും, അല്ലെങ്കിൽ അസൂയ ഉണ്ടായിരിക്കും. എന്തുകൊണ്ടാണെങ്കിലും ശൈലജ ടീച്ചർ അത് വാങ്ങിച്ചില്ല. അപ്പോ ഇങ്ങനെ ആദ്യം ഒരു അവാർഡ് കൊടുക്കുക, എന്നിട്ട് ഇയാളെ ഭയങ്കര ലോക പ്രശസ്തനാക്കുക. ഇയാൾ ഭയങ്കരമായിട്ടുള്ള ലീഡറാണ്, ഒരു മുൻനിര പോരാളിയാണ്, ഇയാൾ ഭയങ്കര എന്തോ സംഭവമാണ്, മഹാനാണെന്ന് പറഞ്ഞിട്ട് ആളുകൾക്ക് മുന്നിൽ കൊണ്ടുവരിക. ഇയാൾ പറഞ്ഞാൽ ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ഒരു 10 പേരെ ഉണ്ടാക്കിയെടുക്കുക, ബാക്കി ഇൻഫ്ലുവൻസ്ഡ് ആകാത്ത 100 പേരെ കാശെറിഞ്ഞ് വീഴ്ത്തുക, എന്നിട്ട് ഗവൺമെന്റിനെ അട്ടിമറിച്ചിടാനായിട്ട് പ്ലാനുകൾ ഉണ്ടാക്കുക. ഇതാണ് ഇവര് പ്ലാൻ ചെയ്തതും, ഇതാണ് ഇപ്പൊ അവിടെ ചെയ്തതും. ഇപ്പൊ ഓൾറെഡി ഈ കലാപത്തിൽ 80ഓളം പേർക്ക് പരിക്കേറ്റു. വിങ്ചുക്കിനെ ആണെങ്കിൽ അറസ്റ്റ് ചെയ്ത് അകത്തു വിട്ടു. അയാളുടെ NGOയ്ക്കും ഏകദേശം പൂട്ട് വീണ് കഴിഞ്ഞു. തീരുമാനം ആകുമല്ലോ, എന്തായാലും അങ്ങനെ ആകാൻ തന്നെയാണ് ചാൻസ്. 5 പേര് മരിച്ചായിട്ട് പറയുന്നുണ്ട്. ഈ മരിച്ചവരിൽ 49 വയസ്സുള്ള ഒരാളുണ്ടെന്നും ഞാൻ വാർത്തയിൽ കണ്ടിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല, 49 വയസ്സുള്ള ജെൻസിയോ? അത് ഏത് ജെൻസിയാ? എന്റെ അറിവിൽ 2000-ന് ഇപ്പുറത്തേക്ക് ജനിച്ച പിള്ളേരെയാണ് നമ്മൾ ജെൻസി എന്ന് പറയുന്നത്, ജനറേഷൻ അല്ലേ. 49 വയസ്സുള്ള അതെന്ത് ജെൻസി? അതേതോ മുതുക്കനാ. അപ്പൊ ഇത് ജെൻസിയുടെ കലാപമല്ല, ഇത് ഏതോ മുതുക്കന്റെ കുത്തിത്തിരിപ്പാ സത്യത്തിൽ. അപ്പം എന്തായാലും നെഞ്ചത്ത് തുള വീണിട്ടുണ്ട്. അപ്പം മനസ്സിലായില്ലേ ഒരു കാര്യം, ബംഗ്ലാദേശിൽ എടുക്കുന്നത്, ശ്രീലങ്കയിൽ എടുക്കുന്നത്, നേപ്പാളിൽ എടുക്കുന്നതൊന്നും ഇന്ത്യയിൽ പിണറായി വിജയൻ പറയുന്ന പോലെ നടപ്പാക്കില്ല. ഇവിടെ നടക്കില്ല. ഇവിടെ വലിയ രീതിയിൽ ഇതിനൊക്കെ പ്രതിരോധിക്കാൻ വേണ്ട എല്ലാ സംഗതിയും കേന്ദ്ര സർക്കാർ എടുത്തിട്ടുണ്ട്. കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ചുമ്മാതെ വിടുന്നതും നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് മറ്റു സ്ഥലങ്ങളെ പോലെയല്ല, നിങ്ങൾക്ക് എന്തോരം പ്രതിഷേധിക്കണോ, സമരം ചെയ്യണോ, എന്ത് വേണമെങ്കിലും ഇവിടെ ചെയ്യാം. മൈൻഡ് ചെയ്യാത്ത ഒരു സമരമാണ് നിങ്ങൾക്ക് വേണ്ടത്. അത് നിങ്ങൾക്ക് ഇവിടെ വർഷങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ പോയി കഴിഞ്ഞാൽ 18-20 വർഷമായിട്ടൊക്കെ അവിടെ കിടക്കുന്നവരുണ്ട്. അപ്പൊ അതും ഇവിടെ ചെയ്യാം. ഇതൊന്നും വേറെ രാജ്യത്ത് ഇങ്ങനെയൊന്നുമല്ല. അവിടെ ഒക്കെ ആരെങ്കിലും ശ്രദ്ധിക്കും, റിയാക്ട് ചെയ്യും, ചിലപ്പോൾ 10 പേര് കൂടെ ഇറങ്ങി വന്ന് അവരും സമരം ചെയ്യും. ഇവിടെ അതൊന്നുമില്ല. ഇപ്പൊ കേരളത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും, അല്ലെങ്കിൽ കേരളത്തിൽ സംഭവിക്കും എന്നൊക്കെ പറയുന്നവർക്കൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്കൊന്നും വേറെ പണിയില്ലേ? നിങ്ങൾക്കൊക്കെയും റോഡിൽ ഇറങ്ങി ഇങ്ങനൊരു കലാപം ഉണ്ടായാൽ നഷ്ടപ്പെടാൻ ഒരുപാട് കാര്യങ്ങളില്ലേ? വീടില്ലേ, വണ്ടികളില്ലേ, സ്വത്തും സാധന സാമഗ്രികളും ഇല്ലേ? നമ്മളൊക്കെ മര്യാദക്കാണല്ലോ ജീവിക്കുന്നത് അല്ലെ? അപ്പം അങ്ങനെ എല്ലാം നശിപ്പിച്ച് ഈ പറയുന്ന നമ്മുടെ ജെൻസി എന്ന് പറയുന്ന കുട്ടികൾക്കും സ്വന്തമായിട്ട് സൈക്കിളെങ്കിലും ഇല്ലാത്ത ആരും ഇവിടെ ഇല്ല. അപ്പൊ സ്വന്തമായിട്ടും നശിപ്പിക്കുക, മറ്റുള്ളവരെ നശിപ്പിക്കുക, ഇവിടെ അതിന് വേണ്ടിയൊന്നും ആരും ഇറങ്ങില്ല. നിങ്ങൾ റോട്ടിൽ കിടന്ന് ആർക്കെങ്കിലും ഒരു ആഹ്വാനം ചെയ്താൽ പിന്നെ വട്ടാണോ എന്ന് നോക്കിയിട്ട് പോകുന്നല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പം തമിഴ്നാട്ടിൽ ഒരു കലാപം ഇതുപോലെ ഉണ്ടാക്കിയാലോ, ഡൽഹിയിൽ ഉണ്ടാക്കിയാലോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഉണ്ടാക്കിയാലോ അവിടെ ഒരു ഇച്ചിരി പ്രശ്നം ഉണ്ടാവും എന്നല്ലാതെ ഇതൊന്നും രാജ്യം മുഴുവൻ പടർന്നു പിടിക്കില്ല. അത്രയും വലിയൊരു രാജ്യമാണ് നമ്മുടേത്. ഇത്രയധികം വൈവിധ്യമായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇപ്പൊ നോർത്തും സൗത്തും തമ്മിൽ നോക്കിയാൽ തന്നെ അവിടെ എന്തെങ്കിലും പൊട്ടിയാൽ ഇവിടെ ഉള്ള ഒരു മൈൻഡേ ഇല്ല. കാരണം
നമുക്ക് തന്നെ അവരുമായിട്ട് നമ്മുടെ സഹോദരന്മാരാണെന്നുള്ള ചിന്തയൊന്നുമില്ല. അവര് വേറെ നമ്മൾ വേറെ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പൊ അവര് സമരം ചെയ്യുന്നെങ്കിൽ അവിടെ ചെയ്തോട്ടെ എന്ന് വിചാരിക്കും. അപ്പൊ ഇത് രാജ്യം മുഴുവനും പടർന്നു പിടിക്കുന്ന ഒരു വിഷയം കണ്ടുപിടിക്കാൻ തന്നെ സത്യം പറഞ്ഞാൽ നിങ്ങൾ കഷ്ടപ്പെടും. അപ്പൊ ഇതിനൊക്കെ വേണ്ടി ശ്രമിക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം നമ്മുടെ ആർമിക്ക് ആയുധങ്ങൾക്ക് കുറവില്ല, ഉണ്ടകൾക്ക് യാതൊരു ഭംഗിയുമില്ല, ജയിലുകൾക്ക് കുറവില്ല. ഇനി ഇതൊന്നും പോരെങ്കിൽ കോൺസെൻട്രേഷൻ ക്യാമ്പ് കുറവ് നിർത്താനായിട്ട് ഇപ്പം നല്ല അസലായിട്ട് എല്ലായിടത്തും പണിയുന്നുണ്ട്. അപ്പൊ ഇതൊന്നും നമുക്ക് കുറവില്ല. അപ്പൊ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് മേൽ പ്രയോഗിക്കപ്പെടും എന്നുള്ളതാണ് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. കാരണം ഇതിലും വലിയ സോനം വിങ്ചുക്കിനെക്കാട്ടിയും ഒക്കെ വലിയ വിപ്ലവകാരികൾ മോദി വന്നതിന് ശേഷമുള്ള കാര്യമായിട്ട് പറയുന്നത്. ഈ 9 വർഷത്തിനുള്ളിൽ വലിയ വലിയ എന്താ പറയാ കൊമ്പും കുഴലും ഒക്കെ ആയിട്ട് വലിയ വലിയ വിപ്ലവ മുദ്രാവാക്യങ്ങളും ഒക്കെ ആയിട്ട് രംഗത്ത് വന്ന പല സമരങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സമരങ്ങളൊക്കെ എങ്ങനെ വന്നോ അങ്ങനെ തന്നെ പോയിട്ടുണ്ട്. അവരുടെയൊക്കെ പേരിൽ ഇപ്പോഴും കേസുണ്ട്, അവരൊക്കെ കയറി ഇറങ്ങി നടക്കുന്നുണ്ട്. കുറെ ആളുകൾ അകത്തായി, കുറെ ആളുകൾ വെടികൊണ്ട് മരിച്ചു, കുറെ പേരെ അജ്ഞാതം തീർത്തു, കുറെ പേരെ പറ്റി വിവരമില്ല. അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇന്ത്യക്ക് ഇതൊക്കെ പൂ പറിക്കുന്നത് പോലെ ലാഘവത്തോടെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. അപ്പൊ കളി വേണ്ട. വിചാരിക്കുന്നത് പോലുള്ള വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ഇപ്പൊ കോൺഗ്രസ് ആണ് ഇതിന്റെ പുറകിൽ കിടന്ന് വലിയ രീതിയിൽ കളിക്കുന്നതെന്നുള്ളത് എല്ലാവർക്കും അറിയാം, പകൽ പോലെ വ്യക്തമായിട്ടുള്ള ഒരു സംഗതിയാണ്. കോൺഗ്രസിന് എന്താണ് വേണ്ടത്? കോൺഗ്രസിന് ഒറ്റ കാര്യമുള്ളൂ, മോദിനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറ്റണം. അപ്പൊ എന്തായാലും മോദി മാറാൻ പോകുന്നില്ല. അടുത്ത കാലത്തങ്ങ് മോദിനെ മാറ്റുക എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. തള്ളി വിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ മുന്നിലൊരു ഉപായം. ആ കസേരയെന്ന് ഒന്ന് തള്ളി ഇട്ടേച്ച് അവിടെ കയറിയിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ രാഹുൽ ഗാന്ധിനെ കൊണ്ടുവന്ന് അതിനകത്ത് ഇരുത്തണം. അല്ലാതെ ജനാധിപത്യപരമായിട്ടോ ബുദ്ധിപരമായിട്ടോ നടക്കൂല എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞതിന്റെ ബേസ്. രണ്ടാമത് എന്താ, ഇന്ത്യ മുഴുവൻ ഒരു ദേശീയ വികാരം നല്ല രീതിയിൽ ഇവിടെ ഉടലെടുത്തിട്ടുണ്ട്. ഒരു യുദ്ധമൊക്കെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്, കമ്മ്യൂണിസ്റ്റുകാരായിക്കോട്ടെ അല്ലെങ്കിൽ BJP-കാരായിക്കോട്ടെ RSS-കാരായിക്കോട്ടെ, രാജ്യത്തിന്റെ കാര്യം വരുമ്പോൾ എല്ലാവരും ഒന്നാകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടായിരുന്നു. പിന്നീട് പിന്നിപ്പോഴൊക്കെ വന്നു, ഇല്ല എന്നല്ല. എന്നാലും ഒരു ദേശീയ വികാരം പണ്ടത്തെക്കാളും അധികം ഇപ്പൊ വന്നിട്ടുണ്ട്. ഇന്ത്യ എന്നൊരു വികാരം വന്നിട്ടുണ്ട്. ഒരു കളിയിലാണെങ്കിൽ പോലും മതപരമായിട്ട് ഇതിങ്ങനെ ഇരിക്കുന്നവർ അവിടെ ഇരിക്കട്ടെ, അവരെ ഞാൻ ഇതിൽ കൂട്ടിയിട്ടില്ല. അല്ലാതെയുള്ള ആളുകൾക്ക് ഇന്ത്യ എന്നൊരു വികാരം വലിയ രീതിയിൽ ആ ദേശീയ വികാരം ഉയർത്തിക്കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് നല്ല രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിൽ തന്നെ ഇപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ് 4th സ്റ്റേറ്റ് 4ാം സ്ഥാനത്താണ് ഇന്ത്യ നിൽക്കുന്നത്. ആളുകൾ ഹാപ്പിയാണ്. ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇപ്പൊ എന്തൊക്കെ മോദിയെ പറ്റി പറഞ്ഞാലും BJP നിങ്ങളെ എണ്ണയിലിട്ട് വറുക്കുന്നു പറഞ്ഞാലും അവർക്ക് സംശയമായി തുടങ്ങി നിങ്ങളുടെ വാക്കുകൾ. കാരണം അവർക്ക് ഇപ്പോ കുറച്ചും കൂടി കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. വീഡിയോ കാണാം, ന്യൂസുകൾ കാണാം, ഓരോരോ റീൽസ് കാണാം. ഇതിനകത്തുകൂടിയൊക്കെ കുറെ കാര്യങ്ങൾ കാണുമ്പോൾ പക്ഷേ ഇവര് പറഞ്ഞൊന്നും അല്ലല്ലോ സത്യം എന്ന കാര്യം ആളുകൾ തിരിച്ചറിയുന്നുണ്ട്. അതാ ഇപ്പൊ തന്നെ റിപ്പോർട്ട് വന്നല്ലോ, CAG റിപ്പോർട്ട് വന്നതിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? ഉത്തർപ്രദേശാണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്ന് ആലോചിക്കണം. നമ്മുടെ കേരളം കടമെടുത്ത് മുടിഞ്ഞ് താഴെ ഇരിക്കുന്നു. മിച്ചക്കമ്മി, അതായത് കോടികളാണ് അവർക്ക് അവിടുത്തെ സംസ്ഥാനത്തെ എല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് ബാലൻസ് കിടക്കുന്നത്. നമുക്ക് കടം അല്ലാതെ വേറൊന്നുമില്ല. BJP ഭരിക്കുന്ന 14 സംസ്ഥാനങ്ങളാണ് മുന്നിലുള്ളത്. അപ്പൊ ഇത് ആളുകൾ കാണുമല്ലേ? ഒരു സുരേഷ് ഗോപി ഇവിടെ എന്തെല്ലാം ചെയ്യുന്നു എന്നുള്ളത് ആളുകൾ കാണുമല്ലേ? അപ്പൊ ഇതൊക്കെ കാണുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവരെ മാറ്റിയിട്ട് നിങ്ങൾ വന്നു കയറി ഇരുന്ന് പണ്ടത്തെ പോലെ എന്താ പറയാ, പച്ചയ്ക്ക് പറയാനാണെങ്കിൽ റെയിൽപാളത്തിൽ കക്കൂസെ പോകുന്ന അളവിൽ ഇന്ത്യനെ കൊണ്ടെത്തിക്കാൻ ഇനി സാധിക്കില്ല. അത് മനസ്സിലാവുന്നതോടുകൂടി ഇത്തരം കുത്തിത്തിരിപ്പുകൾ നിങ്ങൾ നിർത്തുന്നതാണ് നല്ലത്. ആരിതിനു വേണ്ടി ഇറങ്ങിയാലും നിങ്ങൾക്ക് കിട്ടിയ അവാർഡൊക്കെ അങ്ങ് അലമാരിക്കകത്തിരിക്കുകയുള്ളൂ. നിങ്ങൾ ജയിലിൽ കിടക്കും, അല്ലെന്നുണ്ടെങ്കിൽ വെടികൊണ്ട് മരിക്കും. ഇതിനി ചെയ്യാതിരിക്കുക. പഴയ മാനവികത ഇന്ത്യയുടെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കണ്ട. കൂടിപ്പോയാൽ അരിയും ഗോതമ്പും തരും. അതിന്റെ അപ്പുറത്തേക്ക് ഇനി ഒന്നും ഇന്ത്യയിൽ നിന്നും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾക്ക് കയറി വരാനോ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാനോ ഇനി നടക്കില്ല. ഇത് മോഡിഫൈഡ് ഇന്ത്യയാണ്. ഭാരതം ഇനി തല ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് നിൽക്കാൻ പോകുന്നത്. അപ്പോ ലഡാക്കിൽ പൊട്ടിയ പൊട്ട് ചൂക്കി ചുളഞ്ഞ് ഭണ്ഡാരടങ്ങി വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ പൊട്ടിക്കാനായിട്ട് ഇനി കാത്തു നിൽക്കുന്നതുണ്ട്. അപ്പൊ നമുക്ക് കാണാം, സത്യം പറഞ്ഞാൽ നമുക്ക് നിന്ന് കാണാം കളി. എവിടൊക്കെ പൊട്ടുന്നു, എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് കണ്ടിരിക്കാം. ശരിക്കും പറഞ്ഞൊരു സിനിമ പോലെ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ നമ്മുടെയൊക്കെ ജീവിതവും കൂടി കണക്റ്റഡ് ആയി പോയത് കൊണ്ട് ഇത് എന്താ പറയാ, അത്ര ഇൻട്രസ്റ്റിംഗ് ആണോ അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്നതാണോ എന്ന് ചോദിച്ചാൽ അതും ഈ പറയുന്ന പോലെ എൻജോയ് ചെയ്യേണ്ടതാണ്. ജീവിതം അതൊക്കെയാണല്ലോ. അപ്പൊ ഇന്ത്യ മുന്നോട്ട് പോട്ടെ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ പൊങ്ങി വരട്ടെ, അവരെയൊക്കെ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് കാണാം. തുടർന്ന് കാണുക പബ്ലിക്.